അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വ്ലോഗ്സ്. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത്. എറണാകുളത്തെ ഒരു ഓണം ഫെയർ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. ഫസ്റ്റ് കയറിയത് കോഴിക്കോടൻ ഹൽവ വിൽക്കുന്ന കടയിലേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ഹൽവയൊക്കെ വാങ്ങി. പലതരം ഹൽവയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്ന് നമ്മൾ പോരുമ്പോൾ ഓരോ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ചെരുപ്പുകളുണ്ട്, ഷർട്ടുകളുണ്ട്, അങ്ങനെ ഓരോരോ ഐറ്റംസുകളാണ് കേട്ടോ വെച്ചിട്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ കടകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത് എറണാകുളം TDM ഹാളിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്, ഓണം ഫെയർ നടക്കുന്നത്. ഇത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ നാട്ടിലുള്ള സമയത്തൊക്കെ ഞങ്ങൾ പോവാറുണ്ടായിരുന്നു. ഇത് നമ്മളിങ്ങനെ പപ്പടം തന്നെ പല ടൈപ്പുള്ള പപ്പടം, അങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ വിൽക്കണ കടയായിരുന്നു. പിന്നെ ഇത് കാഷ്നട്ട്, അങ്ങനെ പിന്നെ ഇത് പലതരം മിഠായികൾ, പണ്ട് കാലത്തെ മിഠായികളുണ്ടല്ലോ നമ്മുടെ ഇത് തേൻ മിഠായി, പുളി മിഠായി, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നാരങ്ങ മിഠായി, അങ്ങനെ പല പല വെറൈറ്റി മിഠായികളുണ്ടായിരുന്നു ആ കടയിൽ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മിഠായികളൊക്കെ വാങ്ങിച്ച് കണ്ടപ്പോൾ അത് കൊതിയായി, പഴയ പണ്ടത്തെ മിഠായികളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ചെടി, പിന്നെ പച്ചക്കറിയുടെ വിത്തുകൾ, ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. അതുപോലെ നമുക്കിങ്ങനെ കണ്ട് നടക്കാവുന്നതുണ്ട്, വാങ്ങിക്കുകയും ചെയ്യാം. നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ. ഇത് ഇങ്ങനെ ഓരോ എണ്ണ മുടി വളരുന്ന എണ്ണയെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് ബജിക്കടയായിരുന്നു. അപ്പോൾ അങ്ങനെ ബജിയും പാവ് ബജി, പിന്നെ അതൊക്കെ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് ഓർഡർ കൊടുത്തേക്കാണ്. അപ്പോൾ അത് അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് അങ്ങനെ പാവ് ബജി കണ്ടപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാണ്. പാനിപൂരി എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. പിന്നെ എന്തെന്നാ കോളിഫ്ലവർ ബജി, മുളക് ബജി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനും ഓർഡർ കൊടുത്ത്. പിന്നെ അപ്പുറത്ത് വാപ്പിച്ച് കോളിഫ്ലവർ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കയ്യിലേക്ക് കിട്ടി. അങ്ങനെ അതൊക്കെ ഇരുന്ന് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാവ് ബജി അതെ, ഈ കോളിഫ്ലവർ ബജിക്ക് ഒരു ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്രഞ്ചി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും അങ്ങനെ നടന്ന് കാണുന്നതിന്. അപ്പോൾ ഇവിടെ നിന്ന് കല്ലിൻ്റെ മോതിരങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ മോൻ നോക്കി അവിടെ നിന്ന് മോതിരമൊക്കെ വാങ്ങി. പിന്നെ പിള്ളേർ സൈക്കിള്, പിന്നെ ചൂരൽ കസേരകൾ, എല്ലാ വെറൈറ്റി ഐറ്റംസുകളും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ കപ്പലണ്ടിയൊക്കെ വറുത്തിട്ട് ചൂടോടുകൂടി അതും വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റുകൾ, അപ്പോൾ ഇപ്പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് പിന്നെ പായസം മേള ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പരിപ്പ് പായസം, പാലട, പിന്നെ പാൽപ്പായസം ഇതൊക്കെ വാങ്ങിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെയും നടന്ന് വീണ്ടും കണ്ടിട്ടിരിക്കണേ.
ഇതും മിഠായി തന്നെ ഉണ്ടാ പല പല വെറൈറ്റി മിഠായികളുണ്ടായിരുന്നു. കളർ മിഠായിയും എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് കണ്ടേക്കുന്നതൊക്കെ ഇപ്പം വീണ്ടും നമുക്കതൊരു ഓർമ്മയാണ്, കുട്ടിക്കാലത്ത് കഴിച്ചിരുന്ന മിഠായികളൊക്കെ കണ്ടപ്പോൾ. ഞാൻ വാങ്ങിച്ച് ഫ്ലവറും സ്റ്റാൻഡും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, മുളയുടെ ആയിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായി, അങ്ങനെ ഞാൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ എനിക്ക് ചട്ടി വാങ്ങണമായിരുന്നു. അപ്പം അവിടെ ഒരു ചേച്ചി ചട്ടിയൊക്കെ കുറേ ചട്ടിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു വിൽക്കാനായിട്ട്. അപ്പോൾ എനിക്ക് മുട്ടപ്പത്തിരിയുടെ ചട്ടിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കറിച്ചട്ടിയൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചിനോട് പിന്നെ അതെടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നല്ലതായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിച്ച്. പിന്നെ അപ്പുറത്തെ കടയിൽ നിന്നൊരു വേസ്റ്റ് പിന്നെ ഇടുന്ന പാത്രം ചെറുത് എൻ്റെ അടുത്തുള്ള വലുതാണ്. അപ്പോൾ അങ്ങനെ അതും അവിടെ നിന്ന് വാങ്ങിച്ച്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ.